ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിനൂസ് കിച്ചൺ. അപ്പോൾ നമുക്ക് ചിക്കൻ കബാബ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിനൊരു 350 ഗ്രാം ചിക്കൻ എടുക്കുക, ഒരു പകുതി വെല്ലുള്ളി, കുറച്ച് മല്ലിയില, പിന്നെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല. ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി, നിർബന്ധമല്ല. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ, കുറച്ച് സോയാ സോസ് നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മളിത് തീരെ വെള്ളം കൂട്ടാതെ വേണം അരച്ചെടുക്കാൻ. തിക്ക് പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിത് ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. എല്ലാം കൂടെ ഒരു പ്രാവശ്യമായിട്ട് അരച്ച് കഴിഞ്ഞാൽ ഇത് അരയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് അരച്ചെടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ മൈദ ഇടാം. മൈദ കൂടിപ്പോരുതേ, കൂടിപ്പോയാൽ ടേസ്റ്റ് കുറയും. കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് മൈദ ഇടുന്നത്. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണിത്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, കബാബിൻ്റെ ആ ഷേപ്പിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ വല്ല കമ്പിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്കിത് എന്താ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ പുരട്ടുക. എന്നിട്ട് കുറച്ച് എടുക്കുക. എന്നിട്ട് ഈ കമ്പിയിൽ നമ്മൾ കോർക്കുക, കബാബിൻ്റെ ആ രൂപത്തിൽ കോർക്കുക. നമ്മൾ ഈ കബാബ് സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പി ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. ഈ ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഈ ഷേപ്പിലാക്കി മാറ്റാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ഇടയ്ക്ക് മറിച്ചിട്ടിട്ട് ഇങ്ങനെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒറിജിനൽ കബാബിൻ്റെ ആ ടേസ്റ്റ് എന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് അതിലൊരു കനൽ ചൂടാക്കിയിട്ട് അതിലിടാം. എന്നിട്ട് ഇത് അടച്ചു വെക്കാം ഒരു പാത്രം കൊണ്ട്. അങ്ങനെ അടച്ചു വെക്കുമ്പോൾ ആ പുകയൊക്കെ ഈ കബാബിൽ തട്ടി നമുക്ക് ഒറിജിനൽ ഒരു ഗ്രില്ല് ചെയ്ത കബാബിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കെച്ചപ്പ് മയനീസൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാൽ മതി, നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാണ് വീട്ടിൽ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.